ഹായ് ഓൾ, വെൽക്കം ടു സഫ്നാസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം സോയാ ചങ്ക്സ് നന്നായി തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്നിട്ട് ആ വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്ത് പച്ചവെള്ളം ഒഴിച്ച് നന്നായി പിഴിഞ്ഞ് അത് ഡ്രൈൻ ചെയ്ത് മാറ്റി വെച്ചതാണിത്. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം സ്ലൈസ് ചെയ്ത സവാള, 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലിട്ട് ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ റോസ് സ്മെൽ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ റോസ് സ്മെൽ മാറിയതിന് ശേഷം ഒരു മീഡിയം സൈസിലെ തക്കാളി സ്ലൈസ് ചെയ്തും ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. കുഴഞ്ഞ രൂപത്തിലാകുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ലിഡിട്ടിട്ട് ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നന്നായി വഴണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുള്ളായി ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് മാറ്റി വെക്കുകയാണ്. അതിൽ വേറൊരു റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോയ ഈ മസാലയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഞാൻ ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ സോയയ്ക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഇനി നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി സോയ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു രീതിയിൽ ഗ്രേവി മതിയെങ്കിൽ ഇങ്ങനെ ആക്കാം. ഞാൻ കുറച്ചും കൂടി കട്ടിയായിട്ട് ഗ്രേവി ആക്കിയെടുക്കുന്നുണ്ട്. വെള്ളം കുറച്ചും കൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ സോയ ചങ്ക്സ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ കിട്ടുന്നൊരു റെസിപ്പിയാണിത്. ചപ്പാത്തി, പൊറോട്ട, പൂരി, ദോശ എല്ലാറ്റിനും കൂടി ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.